എല്ലാ വാഹന ബ്രാൻഡുകളും അവരുടെ എക്സ്ക്ലൂസിവിറ്റി അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ എന്നൊക്കെ രീതിയിലാണ് ബ്ലാക്ക് എഡിഷൻ വാഹനങ്ങൾ അവതരിപ്പിക്കാറുള്ളത്. പക്ഷേ ഇന്ന് എല്ലാ വാഹന ബ്രാൻഡുകളും ഒരു നിക് നെയിമോട് കൂടിയിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ ഇതാ നിസാൻ മാഗ്നറ്റ് കൂറോ ബ്ലാക്ക് എഡിഷൻ എന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ജപ്പാനീസ് വേർഡ് കൂറോ എന്ന് ഉദ്ദേശിക്കുന്നത് സിംഫസൈസ് ചെയ്യുന്നത് ബ്ലാക്കിനെ തന്നെയാണ്. ഓൾമോസ്റ്റ് വാഹനത്തിൻ്റെ സ്പെക്കിലും മെഷീൻ സ്പെക്കിലൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. വാഹനത്തിൻ്റെ ഇസ്തിരി ലുക്സിലാണ് കാര്യമുള്ള കൺവേർഷൻ വന്നിട്ടുള്ളത്. പ്രധാനമായും ഫ്രണ്ട് ഗ്രില്ലെല്ലാം തന്നെ സിൽവർ പാർട്സ് എല്ലാം ഫുള്ളി ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ബമ്പർ ലിപ്സിലായാലും ആ സിൽവർ ഭാഗം ഉണ്ടായിരുന്നതൊക്കെ ഫുള്ളി ബ്ലാക്കിലായിട്ട് വന്നിട്ടുണ്ട്. ഹെഡ്ലൈറ്റിലായാലും റിഫ്ലക്ടർ സൈഡിലൊക്കെ ഒരു ബ്ലാക്കിഷ് കളർ കൊണ്ടുവന്നത് ഫുൾ എക്സ്റ്റീരിയറിനകത്തൊരു ബ്ലാക്കിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ദെൻ മൂവ് ഓൺ ടു ഇൻറ്റീരിയർ പറയുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് അപ്പോൾസ്ട്രി കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് ഡോർ പാനൽസിലായാലും അത് കാണാൻ കഴിയും. പിന്നെ അങ്ങിങ്ങായിട്ടൊരു ബ്ലാക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷസ് സ്റ്റിയറിങ്ങിലും അതുപോലെ AC വെൻസിലെല്ലാം കാണാൻ കഴിയും. ഈവൻ സൺഷെയ്ഡ് വരെ ബ്ലാക്കിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓൾമോസ്റ്റ് ഒരു പ്രീമിയം ലുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം ബ്ലാക്കിനെ എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യൊരു പ്രീമിയം കളർ എന്ന രീതിയിൽ തന്നെയാണ്. ആ രീതിയിലൊരു സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറയാം. കൂടുതൽ ആളുകൾ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. പ്രൈസ് ആയാലും ഇന്ന് നമുക്കറിയാം നിസാൻ മാഗ്ന എപ്പോഴും പൊസിഷൻ ചെയ്യുന്നത് ഒരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് XUV ആണ്. അതിനകത്ത് തന്നെ മികച്ച ഓപ്ഷൻസും ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു മികച്ച വാഹനം തന്നെയായിട്ടാണ്. ആ രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഫാർ ബെറ്റർ. സോ ഈ വാഹനത്തെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.